ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ടോർച്ച് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കാന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡൊക്കെ നമ്മൾ കാണുന്നത് ബോധമില്ലാണ്ട് കിടക്കുന്ന ജീറോയെ ആര് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഓഫീസേഴ്സിനെയാണ്. ഇത് കണ്ട് ആ ലേഡി തന്നെ അവനെ വലിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ചുറ്റിലും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ജീറോയെയാണ്. ഞാനിപ്പോ എവിടെയാണ്? ഒരു വിചിത്രമായ പൂച്ചയെ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വലിയ മോൺസ്റ്റർ എന്നെ അറ്റാക്ക് ചെയ്തതും ഓർമ്മയുണ്ട്. വെയിറ്റ്, ഞാനിപ്പോ മോൺസ്റ്റർ ആയോ? ഹേയ് ജീറോ എന്ന് പറഞ്ഞു റാഗോ അങ്ങോട്ട് വരുന്നു. ഹേയ് റാഗോ, നിന്നെ കാണാൻ വായുവിൽ പറന്നു നടക്കുന്ന ഒരു സ്പിരിറ്റിനെ പോലെയുണ്ട്. ജസ്റ്റിൽ വലിയൊരു ഓട്ടയുള്ള നീയാണോ എന്നെ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത് എന്ന് റാഗോ അവനോട് ചോദിക്കുന്നു. അത് കണ്ട് ജീറോ പേടിച്ച് കണ്ണു തുറക്കുന്നു. അവനിപ്പോ ഉള്ളത് ഒരു ഹോസ്പിറ്റലിലാണ്. നേരത്തെ കണ്ട ലേഡിയും അവിടെ ഇരിക്കുന്നുണ്ട്. ഹേയ്, നീ എഴുന്നേറ്റോ? 1.5 ദിവസമായി നീ ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ അവൾ ചീഫിനെ വിളിച്ച് അവൻ എഴുന്നേറ്റ കാര്യം പറയുന്നു. അപ്പോഴാണ് റാഗോ അങ്ങോട്ട് വരുന്നത്. ഹേയ് റാഗോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്നെ വിട്ടു പോയെന്നാ ഞാൻ വിചാരിച്ചേ എന്ന് പറഞ്ഞ് ജീറോ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നു. ഹേയ്, ഇതൊരു ഹോസ്പിറ്റലാണ്, മിണ്ടാണ്ടിരിക്കുക എന്നാ ലേഡി അവനോട് പറയുന്നു. അപ്പോഴാണ് ചീഫ് അങ്ങോട്ട് വരുന്നത്. ഹേയ്, നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നീ ഒരു കഠിന ഹൃദയനാണ് ജീറോ. നിനക്കെങ്ങനെയുണ്ട് റാഗോ എന്നാ ചീഫ് അവനോട് ചോദിക്കുന്നു. ഹേയ്, ആദ്യം കുറച്ച് മാനേഴ്സ് പഠിക്കുക, എന്നിട്ട് വന്ന് ചോദ്യം ചോദിക്കുക എന്ന് റാഗോ അവനോട് പറയുന്നു. ഓ, ഇവനിക്ക് എന്നെ പറ്റി നല്ല ധാരണയുണ്ടെന്ന് തോന്നുന്നു. സോറി, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. എന്റെ പേര് റിയോസുക്കെ ഷീബ. ഇവളെന്റെ സബോർഡിനേറ്റ് ആണ് ഇച്ചിഗ കിഷിമോജി. ഞങ്ങൾ ദ ബ്യൂറോ ഓഫ് എസ്പിയനോജ് അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ ആ പ്രോമിസ് നിങ്ങൾ പാലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓ, നിന്റെ മെമ്മറി വളരെ ഷാർപ്പാണ്. ശരി, നമുക്ക് തുടങ്ങാം. നീ യോനിബാബനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. എഡോ ഷോഗ്നേറ്റിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന അണ്ടർ കവർ ഏജൻസ് അല്ലേ? അതെ, മേജി രജിസ്ട്രേഷന് പിന്നാലെ ഒനിവാബൻ ഗവൺമെന്റിന്റെ കൂടെ ചേർന്നു. ഇപ്പൊ അത് അണ്ടർ കവർ ഗവൺമെന്റ് ഏജൻസിന്റെ ഒരു കൂട്ടായ്മയാണ്. ഇപ്പൊ അവരെ ബ്യൂറോ ഓഫ് എസ്പിയനേജ് എന്ന് വിളിക്കുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള അണ്ടർ കവർ ഇന്റലിജൻസും കൗണ്ടർ ഇന്റലിജൻസും മനോനോഗികളെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കുന്നതുമാണ് ഞങ്ങളുടെ ജോലി. എന്നാൽ മനോനോഗെ അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഞങ്ങളുടെ പ്രധാന പ്രശ്നം മനുഷ്യരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. സോ VIPസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, രഹസ്യ സംഘടനകളെ കുറിച്ച് അന്വേഷിക്കുക എന്നതൊക്കെയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മനോനോഗികളെ കുറിച്ച് അന്വേഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം മാനോനോഗെ ഞങ്ങളുടെ ബേസ് ആക്രമിച്ചു. അന്ന് ഞങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ മാനോനോക്കിയാണ് ഇപ്പൊ നിന്റെ ഉള്ളിലുള്ള ഈ റാഗോ. ഓ, ഇവൻ സമാധാനത്തിൽ ഉറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞത് അതായിരുന്നു അല്ലേ? ശരി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതിനെ നിനക്ക് എവിടുന്നാ കിട്ടിയ എന്ന് ചീഫ് അവനോട് ചോദിക്കുന്നു. സോ നടന്ന കാര്യങ്ങളെല്ലാം ജീറോ അവനോട് പറയുന്നു. ഡേയ്, നിനക്ക് തീരെ ബുദ്ധിയില്ലേ? നീ എന്തറിഞ്ഞിട്ടാ ഒരു മോണോനോക്കിയെ പോയി രക്ഷിച്ചത്? നീ മണ്ടനാണോ? ഹേയ്, നീ അവിടെ ഉണ്ടായിരുന്നില്ല, നിനക്കത് പറയാൻ ഒരു അവകാശവുമില്ല എന്ന് ജീറോയും പറയുന്നു. ഹേയ്, മതി നിർത്ത്. റാഗോ ജീറോയുടെ അകത്ത് ലയിച്ചു കഴിഞ്ഞു. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതെന്നേക്കുമായി ഇതുപോലെ തന്നെ തുടരും. അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അതിന് പറ്റുന്ന വഴി എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. നമ്മളിപ്പോ ഇരുട്ടിലായതുകൊണ്ട് മറ്റു മോണോനോക്കുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിന്നെ ഞങ്ങൾ കൊണ്ടുപോവാണ്. ഹേയ്, ഒരിക്കലുമില്ല, ഞാൻ വരൂല. നിന്നെ കൊണ്ടുപോകുമല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. കാണാതായ വ്യക്തിയെ കുറിച്ചുള്ള കേസ് ഓൾറെഡി പോലീസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. നീ ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ ഒരു കുട്ടിയല്ല. എല്ലാ റെസ്പോൺസിബിലിറ്റിയും നീ ഏറ്റെടുത്തേ പറ്റൂ. നാളെ കുറച്ചുകൂടെ സുരക്ഷിതമായ ഒരു സ്ഥലത്തോട്ട് നിന്നെ മാറ്റും. ഈ ഹോസ്പിറ്റലിന് ചുറ്റും ഞങ്ങളുടെ ആളുകളുണ്ട്. നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് ഓഫീസേഴ്സ് ഈ ഡോറിനപ്പുറത്തുമുണ്ട്. സോ എൻജോയ് ചെയ്, നാളെ കാണാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും പോകുന്നു. സോ ഒരു ജയിലിനകത്ത് പെട്ടതുപോലെയാണ് ഇപ്പൊ ജീറോയുടെ അവസ്ഥ. ഞാനിപ്പോ കാണാതായ ഒരു വ്യക്തിയാണോ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്നേക്കുമായിട്ട് ഞാൻ ഇതേപോലെ കാണാതായാലോ? എന്റെ പാവം മുത്തശ്ശന് വേറെ ആരുണ്ട്? നീ പറഞ്ഞത് ശരിയാണ്. ഇടിവെട്ടിയവന്റെ ചന്തിയിൽ പാമ്പ് കടിച്ച അവസ്ഥയാണ് നിനക്കിപ്പോ. ഒരു വശത്ത് നിന്നെ പൂട്ടിയിടാൻ ശ്രമിക്കുന്ന ബ്യൂറോ, മറുവശത്ത് എന്റെ ശക്തിക്ക് വേണ്ടി നിന്റെ പുറകെ വരാൻ പോകുന്ന മാനോനോക്കെ. എന്തായാലും ചോർന്നു പോയ പാലിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി കാര്യമില്ല. നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നിന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നതെന്ന് ആ തെണ്ടി പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടോ?
അവനും അവന്റെ ആളുകളുമായിരുന്നു എന്നെ പിടിച്ചു വെച്ചത്. അങ്ങനെയുള്ളവർ പാലും മുട്ടയൊക്കെ തന്ന് നിന്നെ പരിചരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു മോണോനോക്കുമായി ലയിച്ചു പോയ നിന്നെ. പിന്നെ എനിക്ക് വേണ്ടി വന്ന ആ മോണോനോക്സ് ഇല്ലേ, എന്നെ ഉണർത്തുന്നത് തങ്ങളെ ബ്യൂറോക്കെതിരെ ആക്കുമെന്ന് അറിഞ്ഞിട്ടും അവർ അത് ചെയ്തു. അങ്ങനെയുള്ളവർ എന്നെ ഉപേക്ഷിച്ച് ഇതിൽ നിന്നും പിന്മാറുമെന്ന് നീ വിചാരിക്കണ്ട. എങ്ങനെ നോക്കിയാലും നീ ഇപ്പൊ ഒറ്റയ്ക്കാണ്. ഇവിടെ എല്ലാവർക്കും നിന്നോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ അവർ നിന്നെ ഉപയോഗിക്കാൻ നോക്കുവാണ്. അതുമല്ലെങ്കിൽ അവർ ഒന്ന് നിർത്ത്, അയ്യോ എനിക്ക് തലവേദന ആവുന്നു, ഞാനിപ്പോ ഇനി എന്തോ ചെയ്യും, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നത് അവർക്കെല്ലാം മനസ്സിലായെന്നാണ്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യും. നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവാണ് റാഗോ. ഞാൻ ഓടി ഒളിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് കുറച്ച് കഴുതകളെ ചവിട്ടി മെതിക്കാനുണ്ട്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ജീറോ പുറത്തോട്ട് നോക്കുന്നു. പുറത്തതാ കുറച്ച് കാക്കകൾ ഇരിക്കുന്നു. സോ കാക്കകളുടെ സഹായത്തോടെ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സിന്റെ കണ്ണു വെട്ടിച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. സോ അവനെ രക്ഷിച്ചതിന്റെ പകരമായി അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്നാക്സ് അവൻ ആ കാക്കകൾക്ക് കൊടുക്കുന്നു. ഹേയ് ശരി, ഇനി എന്താണ് നമ്മുടെ പ്ലാൻ? അവരിപ്പോ തന്നെ നമ്മൾ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നു. സോ തന്നെ കാണാനില്ലെന്ന് മുത്തശ്ശി റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് മുത്തശ്ശിനെ കണ്ട് താൻ സേഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അവനിപ്പോ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. ഹേയ്, നീ സത്യം പറഞ്ഞാലും അവര് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്റെ മുത്തശ്ശിനെ കുറിച്ചാണോ പറയുന്നത്? അവര് വിശ്വസിക്കും, പക്ഷെ എനിക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ ഓക്കെ പറയുന്നത് വരെ നീ പുറത്തു വരരുത് എന്ന് ജീറോ അവനോട് പറയുന്നു. സോ റാഗോയെ പറഞ്ഞുവിട്ട് അതിനകത്തോട്ട് കയറാൻ ശ്രമിക്കുന്ന സമയത്താണ് അവന്റെ മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. ഹേയ് നിൽക്കവിടെ, അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുവാണോ? എന്നോട് പറയാതെ നീ എങ്ങോട്ടാ പോയത്? അത് പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് എന്ന് ജീറോ പറയുന്ന സമയത്ത് നീ ഒന്നും പറയണ്ട, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവനെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ഒന്നും മനസ്സിലാകാതെ പുറകെ പോയ ജീറോ കാണുന്നത് ആളൊഴിഞ്ഞൊരു സ്റ്റേഡിയത്തിലോട്ട് അവനെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഹേയ്, നമ്മളെന്താ ഇവിടെ ചെയ്യുന്നേ? ഇവിടെയാകുമ്പോ ആരും തടയാൻ വരില്ലല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവനെ ഒറ്റ ഇടി അങ്ങ് കൊടുക്കുന്നു. തെറിച്ചുപോയ ജീറോക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ നീ ചെയ്തതെന്താണെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? പറയാതെ പോയതിന് ഞാൻ സോറി പറഞ്ഞതല്ലേ, തല്ലാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അഭിനയിക്കുന്നത് നിർത്ത്. ഷീബ എന്നോട് എല്ലാം പറഞ്ഞു. മോണോനോക്കെ നിന്നെ പിടിച്ചതും അതിന്റെ പേരിൽ ബ്യൂറോ എക്സ്പിയനോജ് നിന്നെ പിടിച്ചതും എല്ലാം. നോ വേ, നിങ്ങൾക്ക് എങ്ങനെ അവരെ അറിയാം? അവരും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബ്യൂറോ ഓഫ് എസ്പിയോനേജിന്റെ മുൻപത്തെ ഒരു മെമ്പർ ആയതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയാം എന്ന് മുത്തശ്ശൻ അവനോട് പറയുന്നു. ഇത് കേട്ട് അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എല്ലാം ശരിയാണ്. ഇത് വളരെ വിചിത്രമായി എനിക്ക് തോന്നി. കൊല്ലാൻ തയ്യാറായി വന്ന ഒരു വൃദ്ധൻ എന്ന് പറഞ്ഞ് റാഘു അങ്ങോട്ട് വരുന്നു. അപ്പോ നീയാണല്ലേ റാഘോ? എന്റെ കൊച്ചുമകനോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനിത് നേരിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ ഇത് വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോ നന്നായി അറിയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ വേറൊരു വഴിയുമില്ല. എന്റെ കൊച്ചുമോൻ വരുത്തി വെച്ച തെറ്റുകളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ബ്യൂറോയിലോ അല്ലെങ്കിൽ ഓക്കയിലോ ഉള്ള മറ്റാരെങ്കിലും നിന്നെ ടോർച്ചർ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. സോ നിന്നെയും റാഗോയെയും ഒരുപോലെ എനിക്ക് ഇല്ലാതാക്കിയേ പറ്റൂ. എന്റെ ജീവിതവും എനിക്ക് അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഒരു ഫൈറ്റിന് തന്നെ തയ്യാറാകുന്നു. ഇത് കണ്ട് ജീറോക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹേയ് മുത്തശ്ശ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്ന? പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. പെട്ടെന്ന് തന്നെ ജീറോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഓ കിളവൻ കൊള്ളാലോ. അതാണ് എന്റെ മുത്തശ്ശൻ. പക്ഷേ ഇത്രയും ദേഷ്യത്തിൽ ഞാൻ ഇവരെ കണ്ടിട്ടില്ല എന്നവൻ പറഞ്ഞതും മുത്തശ്ശൻ ഓടി വന്നവൻ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. തെറിച്ചുപോയ ജീറോയുടെ തലയൊക്കെ പൊട്ടി അവന്റെ വായിൽ നിന്നും ബ്ലഡ് വരുന്നു. ആസ്മ ഫാമിലി തലമുറകളായിട്ട് വാരിയേഴ്സിന്റെ പാതയാണ് പിന്തുടരുന്നത്. മനുഷ്യനെയും മാനനോക്കിനെയും പോലെ മാരകമായിട്ടുള്ള ഒരു കലയാണത്. നിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ മാത്രമേ എനിക്ക് ചാൻസ് കിട്ടിയുള്ളൂ. നിന്റെ സെൽഫ് ഡിഫൻസിന് അത് മതിയായിരുന്നു. പക്ഷേ ഇപ്പൊ അത് നശിപ്പിക്കേണ്ടത് ഞാനാണ്. ഇനി നിനക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവനെ കൊല്ലാൻ വേണ്ടി വരുന്നു. പെട്ടെന്ന് തന്നെ റാഘു മുത്തശ്ശനെ തടയുന്നു. ഹേയ്, നീ എന്താ ചെയ്യുന്ന? അങ്ങേര് നിന്നെ കൊല്ലാൻ നോക്കുവാണ്. ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങേരെ എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക. നിന്നോട് ഞാൻ പറഞ്ഞതാ ഞാൻ ഓക്കെ പറയാതെ വരരുതെന്ന്. ശരി, നീ എന്തെങ്കിലും ചെയ് എന്ന് പറഞ്ഞ് റാഘു അവിടെ നിന്നും പോകുന്നു.
ഇത് കേട്ട് മുത്തശ്ശൻ പണ്ട് നടന്നൊരു കാര്യം ആലോചിക്കുന്നു. പത്രം വായിക്കുന്ന മുത്തശ്ശനെ വിളിച്ചോണ്ടിരിക്കുവാണ് നാച്ചി. ജീറോ മരത്തിന് മുകളിലാണെന്ന് നാച്ചി അവരോട് പറയുന്നു. സോ മരത്തിന് മുകളിൽ കുടുങ്ങിപ്പോയ ഒരു പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി കേറിയതായിരുന്നു ജീറോ. പെട്ടെന്ന് കാല് തന്നെ അവൻ താഴോട്ട് വീഴുന്നു. എന്നാ അങ്ങോട്ട് വന്ന മുത്തശ്ശൻ അവനെ രക്ഷിക്കുന്നു. ഹേയ്, ഇറങ്ങാൻ പറ്റാത്തൊരു മരത്തിന് മുകളിൽ കയറരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? അതിൽ നിന്ന് താഴെ വീണാ ജീവൻ വരെ പോകാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയാം, പക്ഷെ ഇവൻ അതിന് മുകളിൽ കുടുങ്ങിപ്പോയി കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നോക്ക് ജീറോ, മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതിനുള്ള സ്ട്രെങ്തും റിസോൾവും നിനക്കുണ്ടായിരിക്കണം. ശരിയായ രീതിയിൽ ധൈര്യമില്ലെങ്കിൽ നീ ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കും. ഇനി നിനക്ക് സഹായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യമില്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കണം. അപ്പൊ എന്റെ അടുത്തൊന്നും ആരും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഓ, അങ്ങനെയാണെങ്കിൽ വേറെ വഴിയില്ല. നീ അത് വിട്ടേക്കണം. ഇല്ല, ഒരിക്കലുമില്ല. നീ വളരെ പിടിവാശിക്കാരനാണെന്ന് എനിക്കറിയാം. നിനക്ക് മുമ്പിൽ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് ജീറോ. നിന്റെ മൈൻഡിനെയും നിന്റെ ബോഡിയെയും കൂടുതൽ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യാൻ നിനക്ക് സാധിച്ചാൽ നിനക്ക് കയറാൻ സാധിക്കാത്ത ഒരു മരവും ഉണ്ടാകില്ല. മനസ്സിലായോ എന്ന് മുത്തശ്ശൻ അവനോട് ചോദിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അവന്റെ മുത്തശ്ശനെയാണ്. ഹേയ് ജീറോ, ഇതൊരു ട്രെയിനിങ് സെക്ഷൻ അല്ല, ഇതൊരു നിസ്സാരമായിട്ടുള്ള തർക്കമാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ജീവമരണ പോരാട്ടമാണിത്. രക്തത്തിന്റെയും മരണത്തിന്റെയും വഴി. നീ ഇപ്പോ കടന്നിരിക്കുന്ന ലോകത്തിന്റെ രീതി അതാണ്. പോരാട്ടം നിന്നെയോ മറ്റുള്ളവരെയോ നശിപ്പിക്കും. നിന്റെ ആത്മാവിൽ അത് മായാതെ മുദ്രകുത്തും. നീ അതൊന്നും നേരിടാതിരിക്കാനാണ് ഞാൻ ആ നരകത്തിലൂടെ ജീവിച്ചത് എന്ന് മുത്തശ്ശൻ അവനോട് പറയുന്നു. ഐ എം സോറി, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ എനിക്കൊരു റിഗ്രറ്റുമില്ല. ഞാൻ ഇടപെടാൻ പാടില്ലാത്ത സ്ഥലത്ത് ഇടപെട്ടു. അതുകൊണ്ടാണ് എന്റെ സ്വന്തം മെസ് എങ്ങനെ വൃത്തിയാക്കണമെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതാണ് എന്റെ റിസോൾവ്. നീ വിവരമില്ലാത്തൊരു മണ്ടനാണ്. വീണ്ടും മുത്തശ്ശൻ അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഹേയ് ജീറോ, സോറി രാഘോ, നീ ഒന്നും ചെയ്യണ്ട, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് ജീറോ മുത്തശ്ശന്റെ അടി തല വെച്ച് അവൻ തടുക്കുന്നു. അടികൊണ്ട് ജീറോ തെറിച്ചങ്ങ് പോകുന്നു. അവന്റെ തല പൊട്ടി ഒരുപാട് ബ്ലഡ് താഴോട്ട് വീഴുന്നു. ഹേയ്, നിനക്ക് തീരെ ബുദ്ധിയില്ലേ? നീ എന്താണ് ഈ ചിന്തിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് ശരി. നീ എന്താണ് ചിന്തിക്കുന്നത് ജീറോ? ഇത് നിന്റെ സ്ട്രെങ്തിന്റെയും റിസോൾവിന്റെയും ഒരു ഷോ മാത്രമായിരുന്നോ? നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. എന്റെ മുൻപിൽ ഇപ്പോഴും ആ കുട്ടി മാത്രമാണുള്ളത്. എന്നിട്ടും നിങ്ങൾക്കത് പോരാ അല്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ മുത്തശ്ശ? നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഞാനിപ്പോ ഒറ്റയ്ക്കല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും വളരാത്തൊരു കുട്ടിയായിരിക്കാം. അതുകൊണ്ട് എന്റെ ചുറ്റുമുള്ള ആളുകളോട് എനിക്ക് സഹായം ചോദിക്കാം. സോ എനിക്ക് ഇവനിൽ നിന്നും ഒരു ചെറിയ സഹായം കിട്ടും. എന്താ ശരിയല്ലേ എന്ന് ജീറോ അവനോട് ചോദിക്കുന്നു. സോ നിനക്ക് സഹായിക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടും നിനക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നീ മറ്റുള്ളവരോട് സഹായം ചോദിക്കണം എന്ന് മുത്തശ്ശൻ പറഞ്ഞത് മുത്തശ്ശന് തന്നെ ഓർമ്മ വരുന്നു. മനുഷ്യനായാലും മൃഗമായാലും ഇനി മോണോനോക്ക് ആയാലും അവൻ എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത്. നീ ഇപ്പോഴും അതേ വാശിക്കാരനായ കുട്ടിയാണ് ജീറോ. എത്ര പറഞ്ഞാലും എത്രയൊക്കെ വേദനിച്ചാലും നീ ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറൈറ്റ്, നീ വിജയിച്ചിരിക്കുന്നു. റിസോൾവ് ഇല്ലാത്ത ഒരാള് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ആഗ്രഹിക്കുന്നത് നീ ചെയ്യ്. ഇപ്പോഴും നീ ഒരു പൊട്ടനാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കുളിച്ചോണ്ടിരിക്കുന്ന ജീറോയെയാണ്. ഹേയ്, എന്നോട് ക്ഷമിക്കുക, ഞാൻ വെറുതെ എന്റെ വഴിയിൽ നിന്നെ കൊണ്ടുവന്നു. അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. നീ അത് സ്വയം ചെയ്തതാണ്. പക്ഷെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലിമിറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നീ പെട്ടെന്ന് പോയി ഒറ്റയ്ക്ക് മരണത്തിന്റെ വാതിൽ മുട്ടാണ്ടിരിക്കുന്നതാണ് നല്ലത്. നിനക്ക് വീണ്ടും എന്തെങ്കിലും പറ്റിയാൽ ഞാൻ നിന്നെ രക്ഷിച്ചത് വെറുതെ ആകില്ലേ? സോ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പവർ നിനക്ക് തരാം എന്ന് റാഘു അവനോട് പറയുന്നു. അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് യാതൊരു ഐഡിയയുമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരുമിച്ചാണ്. എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം. എന്താ ശരിയല്ലേ പാർട്ട്ണർ എന്ന് ജീറോയും ചോദിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഷീബയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശനെയാണ്. ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു വണ്ടി അയക്കാം. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലോട്ട് എത്തി എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവനെയും നമ്മളുടെ കൂടെ ചേർക്കണം. അവനെ പോലെയുള്ള ഒരാളെ നമുക്ക് ആവശ്യമാണ് എന്ന് ഷീബ മുത്തശ്ശനോട് പറയുന്നു. ഇതേ സമയമാണ് സോപ്പ് തീർന്നുവെന്ന് പറഞ്ഞ് ജീറോ വിളിച്ചവിടെ അലറിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ പണ്ട് മരണനൊക്കെ കണ്ടുപിടിക്കുന്ന ഡ്യൂറോയിലെ ആള് തന്നെയായിരുന്നു ജീറോയുടെ മുത്തശ്ശനും. ആ കാര്യം ഇപ്പോഴാണ് ജീറോക്ക് മനസ്സിലാകുന്നത്.
എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.